ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മയോട് ഇനി പത്മയുടെ സഹോദരൻ പറയുകയാണ്, അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞപ്പോഴല്ല, ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് പറഞ്ഞിട്ട് സംസാരം തുടങ്ങുമ്പോഴേക്കും അവിടെയിട്ട് ഹരിതയും അതുപോലെ തന്നെ അവളുടെ ആങ്ങളെയും കൂടി എത്തിയിരിക്കുന്നു കേട്ടോ. എന്നാൽ അവരുടെ മനസ്സിൽ വലിയൊരു നിഗൂഢതയുണ്ട്. പക്ഷെ അത് പത്മക്കറിയില്ല. പത്മ ഇനിയാണ് കരയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം പത്മയാണെങ്കിലോ, എന്താ ഏട്ടൻ എന്താ എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് ഏട്ടനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയണം കേട്ടോ. അപ്പോൾ പറയാണ്, നിന്നോട് മാത്രമല്ല, ഇതെല്ലാവരും കൂടി അറിയേണ്ടതാണ്. നീ നിൻ്റെ ഭർത്താവിനെയും നിൻ്റെ മകനെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കുകയെന്ന് പറയണേ. അങ്ങനെ ഇന്ദ്രജയെ, നീ ചെന്നിട്ട് അച്ഛനെയും അതുപോലെ തന്നെ സൂര്യയോടും വരാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. ഈ സമയമാണെങ്കിലോ സൂര്യ നന്ദിനിയോട്, നന്നായി വിശക്കുന്നുണ്ട് നന്ദിനി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്ക് എന്ന് പറയുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ. അപ്പം നന്ദിനിയാണെങ്കിലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സൂര്യയുടെ അച്ഛൻ വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രനോട് സൂര്യ പറയാണ്, അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നമ്മുടെ കമ്പനിയിലെ ഒരു ബിസിനസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി മുന്നോട്ട് പോകാനിരിക്കുകയാണ്. അതിന് വേറൊരു ഐഡിയ ഒരാൾ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇന്ദ്രജ. ഇന്ദ്രജ എത്തുകയാണ്. ഇന്ദ്രജ പറയാണ്, അതെ, അച്ഛനെയും ഏട്ടനെയും അമ്മ വിളിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ, ഓ, എന്തിനാണാവോ? അത് പിന്നെ അമ്മാവൻ എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെ സംസാരിക്കണമെന്നോ? അതെ, അവിടെ എല്ലാവരും ഉണ്ട്. എന്തോ കാര്യമായ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ രണ്ടുപേരെയും അമ്മ വിളിച്ചതെന്ന് പറയും കേട്ടോ. ആ സമയം സൂര്യയാണെങ്കിലോ, ഞാൻ വരുന്നില്ല, അച്ഛൻ വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറയണേ. അപ്പം നീ പറഞ്ഞ കാര്യം അതൊക്കെ വന്നിട്ട് സംസാരിക്കാം എന്ന് പറയണേ കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യയോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന് പറയണേ. അത് കേട്ടോടും തന്നെ സൂര്യ പറയണേ, ഞാൻ വരുന്നില്ല, വെറുതെ ഞാൻ അവിടെ വന്നാൽ അവളുണ്ടല്ലോ, ആ വൃത്തികെട്ടവൾ, അവളുടെ സംസാരം എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ആരുടെ കാര്യയുടെ മോനെ നീ പറയുന്നത്? അത് പിന്നെ ഞാൻ പറയുന്നത് അവളുണ്ടല്ലോ, അവളുടെ കാര്യം. ആരുടെ കാര്യം? നീ എന്താ ഈ പറയുന്നത്? ആ പത്മയെ പോലെ അനുകരിക്കുകയാണ്, എൻ്റെ അമ്മയെ പോലെ അനുകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തി നടക്കുന്നുണ്ടല്ലോ, ആ ഹരിത എന്ന് പറയുന്നവൾ, അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. ആ സമയം ഇന്ദ്രജങ്ങ് കടന്നു പോയിരിക്കുന്നു കേട്ടോ. എടാ, നീ വാടാ, നിൻ്റെ അമ്മ നിന്നെ വിളിച്ചെങ്കിൽ നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്, നീ അവളെ ഓർത്ത് നീ വരാതിരിക്കരുത്. ഇല്ല അച്ഛാ, ഞാൻ വരുന്നില്ല, എനിക്കിപ്പോൾ അതിനെ പറ്റിയൊരു മൂഡല്ല, ഞാൻ വരുന്നില്ല എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അതല്ല അതിൻ്റെ മര്യാദ. നിന്നെ അവരെന്തായാലും വിളിച്ചില്ലേ, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ വഴക്ക് വരെയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പിന്നീട് തൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം തൻ്റെ അച്ഛൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ പത്മ പറയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇരിക്കൂ എന്ന് പറയുന്നത്. അപ്പോഴേക്കും സൂര്യ, നീ ഇങ്ങോട്ടേക്ക് ഇരിക്കുമെന്ന് അമ്മാവനും പറയുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങുകയാണ്. അപ്പോൾ സൂര്യ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ വേദയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ്, ഞങ്ങളുടെ വരവിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നത്. ആ സമയം ഉടൻ തന്നെ സൂര്യ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിന് തന്നെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറാനും കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പത്മ പറയാം, ഏട്ടന് എന്താ ഇത്ര വല്ലാത്ത ലക്ഷ്യം? ഏട്ടൻ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയാണ്. അതെ പത്മേ, നീ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ, അതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനും വരുന്നത്. എൻ്റെ ഈ ഇരിക്കുന്ന മകനുണ്ടല്ലോ, ഈ മകന് പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നാണ് ഒരു ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ ചോദിക്കുക, ജ്യോത്സ്യനോ? എന്ത് ജ്യോത്സ്യനോ? ഈ അവിടേക്ക് ഇരുന്നിട്ട് ജ്യോത്സ്യനോ, അന്യരാജ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് UK-യിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കണം കേട്ടോ. അപ്പോൾ ഉടനെ ഇവിടെ പറയുകയാണ്, അതായത് പത്മയുടെ ആങ്ങൾ പറയാണ്, എനിക്കെന്തായാലും അങ്ങനെയാണ്, എനിക്ക് ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ പണ്ടേ അക്കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാണ്, അത് പത്മക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജ്യോത്സ്യനാണ് ഞങ്ങളെ ഈ നാട്ടിലോട്ട് വരുത്തിയത്. അപ്പോൾ പത്മ പറയാം, എന്താ ഏട്ടാ കാര്യം പറയൂ എന്ന് പറയണേ. അതെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മകനെക്കുറിച്ചും അതുപോലെ തന്നെ നിന്നെക്കുറിച്ചൊക്കെ ആ ജ്യോത്സ്യനാണ് എന്നോട് ഓർമ്മപ്പെടുത്തിയത്. 20 വർഷങ്ങളായി നീ പെങ്ങളെ മറന്നു പോയതും നമ്മുടെ വഴക്കിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ മാനസിക സ്ഥിതിയെക്കുറിച്ചൊക്കെ
കുറിച്ചൊക്കെ ആ ജ്യോത്സ്യൻ ഒരു വാക്ക് തെറ്റാതെ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നു, ഓ അത്രത്തോളം ആ ജ്യോത്സ്യൻ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യക്കാണെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസമില്ലല്ലോ. ആ പറഞ്ഞു സൂര്യ, നിനക്ക് വിശ്വാസമായില്ലെങ്കിലും നീ വിശ്വസിക്ക്. കാരണം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇന്നിപ്പോൾ നിൻ്റെ അമ്മയുടെയും നിൻ്റെ അരികിലോട്ടൊക്കെ ഞാൻ എത്തിയത്. ആ ജ്യോത്സ്യൻ്റെ വാക്കുകളാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, എൻ്റെ മകനിപ്പോൾ വിവാഹത്തിൻ്റെ ടൈമാണെന്ന്. അവന് ഇനി വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവൻ്റെ വിവാഹം നടത്തണം. ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ. അതിനുള്ളിൽ അവൻ്റെ വിവാഹം നടത്തില്ല എങ്കിൽ അവന് പ്രശ്നമുണ്ടാവുമെന്നും അവന് പിന്നെ വിവാഹമേ യോഗമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഓ അങ്ങനെയാണോ? അപ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതുമായി ഇവിടെ പറയേണ്ട കാര്യം എന്താ എന്നുള്ള ആ ഒരു സംശയം സൂര്യയുടെ ഉള്ളിൽ വന്നു തുടങ്ങി കേട്ടോ. ആ സമയം നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അത് ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന്. അപ്പോഴാണ് എൻ്റെ മകൻ പറഞ്ഞത്, അവന് ഒരു പെൺകുട്ടിയെ തിരഞ്ഞ് നടക്കുന്ന സമയത്താണ് അവൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ പെൺകുട്ടിയുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചാൽ മതിയല്ലോ, പിന്നെ എന്തിനാ വേറെ പെണ്ണിനെ തിരയുന്നു എന്ന രീതിയിൽ അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സമയം അവനാണെങ്കിലോ നല്ല അടിപൊളി സ്വഭാവക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പത്മയുടെ മുന്നിൽ. ഉടൻ തന്നെ സൂര്യ ഇങ്ങനെ എങ്ങോട്ടാണ് ഇപ്പോൾ ഇത് വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്നതെന്ന് സൂര്യക്ക് നന്നായി അറിയാം. അപ്പോൾ സൂര്യ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ പത്മ പറയണേ, എന്തൊക്കെയാണ് ഏട്ടാ ഈ പറയുന്നത്? ഏട്ടൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ കയ്യിൽ തന്നെ പെൺകുട്ടിയുണ്ടെന്നോ? എവിടുന്ന് പെൺകുട്ടിയെന്ന് പറയുമ്പോൾ വേദയെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇവനാണെങ്കിലോ വേദയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും ഒരിക്കലും വേദയെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ സമയം ഇവിടെ വന്ദന പറയാണ്, ചേച്ചി ഇവിടെ ഇപ്പോൾ വിവാഹം എന്നുള്ളത് ഈ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ സൂര്യയെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അത് വളച്ചൊടിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചി എൻ്റെ മകൻ്റെ ഒരു ആഗ്രഹമാണ്, അപ്പോഴേക്കും ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പത്മയുടെ ആങ്ങള സംസാരിച്ച് തുടങ്ങുകയാണ്. അതെ, ഈ ഇരിക്കുന്ന എൻ്റെ മകനെ ഒരാഗ്രഹം പറഞ്ഞു, നിൻ്റെ മകളെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന്. ആ സമയം സൂര്യ ആകെ ഞെട്ടിപ്പോവാണ്. ഉടൻ തന്നെ ഇതേ ഒരു ഭാവത്തിൽ തന്നെ ഈ പറയുന്ന യതീന്ദ്രനും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ പത്മയുടെ മുഖം കാണേണ്ടതുണ്ട്. പത്മക്ക് വലിയ സന്തോഷം തന്നെ പത്മയുടെ മുഖത്ത് കേട്ടോ. പത്മക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സർപ്രൈസായ ഒരു കാര്യം പോലെ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, ഏട്ടാ ഇപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു നിർത്തിയല്ലുള്ളൂ, അപ്പോഴേക്കും ഏട്ടൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു, എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്നങ്ങ് പറയുമ്പോഴേക്കും യതീന്ദ്രൻ പറയുകയാണ്, അവൾ പഠിക്കില്ലേ, പഠിക്കുന്ന അവളെ ഇപ്പോൾ വിവാഹം കഴിപ്പിക്കണോ എന്ന് യതീന്ദ്രൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, എന്ത് പഠിപ്പ്? പഠിപ്പൊക്കെ ഇപ്പോൾ ഇത്ര ആവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ, പഠിപ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കാമല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതല്ലല്ലോ നമുക്ക് വലുത്, നമുക്ക് നല്ലൊരു ബന്ധം കിട്ടുകയാണെങ്കിൽ അതങ്ങ് കഴിപ്പിക്കുക, എന്നിട്ട് കല്യാണത്തിന് ശേഷം പഠിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന ഞാനും എൻ്റെ അനിയത്തിയും പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ ഇടപെടുന്നതിന് അവളുടെ ഒരു വിവാഹം നടത്താനൊന്നും ഞാൻ അനുവദിക്കില്ല. അപ്പോൾ സൂര്യ പറയണേ, ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ സൂര്യയോട് പത്മ പറയണേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലല്ല ഇടപെട്ടത്, എൻ്റെ അനിയത്തിയുടെ കാര്യത്തിലാണ്. ഇതിൽ ഞാൻ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടില്ല എങ്കിൽ പിന്നീട് എനിക്ക് കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങുന്ന നാളുകളാവും, അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ഇടപെടും. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ സൂര്യയോട് പത്മ പറയണേ, എന്താ നീ ഇടപെടുന്നത്? അതെ, അങ്ങനെ ഇടപെടുന്നതിനെ ഈ ഇരിക്കുന്ന ആങ്ങളയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് എൻ്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയം അവൻ്റെ മുഖം ഇങ്ങനെ മാറി പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ, അതിന് മാത്രം എന്താടാ ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് എന്ന് പത്മയുടെ ആങ്ങളെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, പ്രശ്നം ഈ ഇരിക്കുന്ന ഇവനുമില്ല, പക്ഷേ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് അത് പെട്ടെന്ന് നടത്തേണ്ട ഒരു കാര്യമല്ല. ഓ അത്രയേ ഉള്ളൂ, അത് സൂര്യ പറയുന്നത് കാര്യമാണ്. അപ്പോൾ പത്മ പറയണേ, വിവാഹം എന്നുള്ളത് പെട്ടെന്ന് നടത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കും നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനിത് പെട്ടെന്നല്ലല്ലോ, ഈ ഇരിക്കുന്നത് എൻ്റെ ആങ്ങളെയാണ്, എൻ്റെ ചോരയാണ്, എൻ്റെ ചോര എന്നതിൽ വിവാഹം നടത്തുന്നതിൽ പിന്നെ എന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയാണ്, തെറ്റ് തന്നെയാണ്, ഞാൻ ആരെന്നും അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന അമ്മയുടെ ആങ്ങളയുടെ മകനും മകളും ആരെന്നും ആർക്കും തന്നെ അറിയില്ല, അവരുടെ സ്വഭാവം എന്തെന്ന് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ഇരിക്കെ ഒന്നും അറിയാത്ത വേദയെ പിടിച്ച് ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. അത്
ഒരുപക്ഷെ അമ്മക്കാവാം. പക്ഷേ എനിക്ക് പറ്റില്ല. എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഈ ഇരിക്കുന്ന അർജുനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു വിവാഹത്തിലോട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുമ്പോൾ പത്മ പറയണേ, അതിന് നിൻ്റെ ആ ഒരു തീരുമാനത്തിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം, ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ സൂര്യ പറയണേ, ഓ അങ്ങനെ അങ്ങ് തീരുമാനം എടുക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല. കാരണം എൻ്റെ അനിയത്തിയാണെങ്കിൽ എൻ്റെ അനിയത്തിയെ എങ്ങനെ ഏത് സമയം കല്യാണം കഴിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും അവിടെ സൂര്യയോട് അമ്മാവൻ പറയാണ്, സൂര്യ നീ എന്താ എൻ്റെ മകനെ സ്വഭാവത്തിലും അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല അങ്കിളിനൊന്നും തന്നെ തോന്നണ്ട. ഈ നിൽക്കുന്ന വേദ ഇവളുടെ സ്വഭാവം എങ്ങനെയെന്ന് ഇവളെങ്ങനെയെന്നോ ഒരിക്കലും ആർക്കും തന്നെ അറിയില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും വർഷം UK-യിലായിരുന്നു, 20 വർഷത്തോളം. ആ 20 വർഷം ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അമ്മയും ഏട്ടനും ഇരിക്കുന്ന അമ്മാവനും തമ്മിൽ ബന്ധമുണ്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ആ ഇരിക്കുന്നവനെക്കുറിച്ചും ആർക്കും തന്നെ അറിയത്തില്ല. അപ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മതി വിവാഹം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയട്ടോ. അപ്പോഴേക്കും പത്മ പറയണ്, ആരോടാ നീ സംസാരിക്കുന്നത്? അപ്പോൾ ഉടനെ പത്മയോട് ചോദിക്കുകയാണ്, ദേ അമ്മ ഇതുപോലെ ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഈ അളിയനെ ഇതുപോലെ ബന്ധത്തിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിൻ്റെ ആ ഒരു കുറവ് ഇപ്പോൾ കാണാനുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ അന്വേഷണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അമ്മ ഇടപെടുന്നതിനെ പെട്ടെന്ന് വിവാഹം നടത്തിയിട്ട് ഇപ്പോൾ എന്ത് കാര്യമാണ് ഈ നിൽക്കുന്ന അളിയനെ കൊണ്ടുള്ളത്? അളിയൻ എന്ന ആളെക്കുറിച്ചുള്ള വാക്കുകൾ അമ്മയ്ക്ക് എന്ത് പറയാൻ കഴിയും? അമ്മയുടെ അന്തസ്സിന് ചേർന്നൊരു ബന്ധമായോ ഇപ്പോൾ ഇത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നാളെ ആവരുത്. അതുപോലെയാണോടാ എൻ്റെ ഏട്ടൻ്റെ മകൻ? അപ്പോഴേക്കും അവൻ സംസാരിക്കുകയാണ്. അതായത് അർജുൻ പറയുകയാണ്, അതെ നിങ്ങളെല്ലാം പറയുന്നത് ശരിയാണ്, സൂര്യ പറയുന്നത് വളരെ കറക്റ്റാണ്. വേദയെ ഇന്നലെയാണ് ഞാൻ കണ്ടത്. അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെയും വേദയുടെയും ക്യാരക്ടർ എങ്ങനെയെന്ന് 2 പേർക്കും അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ വേദയുടെ സ്വഭാവത്തെയൊക്കെ കുറിച്ച് അന്വേഷിച്ചിട്ട് മതി കേട്ടോ വിവാഹം എന്ന് പറഞ്ഞ് അവൻ നല്ലവനായി സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.